ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് നമ്മുടെ രാമേശ്വരം സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സോ യു ആർ നിയർ ബൈ അവർ ന്യൂ രാമേശ്വരം ബ്രിഡ്ജ്. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. ഭയങ്കര ചൂടും കൂടെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഇതെല്ലാം ഇട്ടിരിക്കുന്നത്. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ബട്ട് സ്റ്റിൽ ദ വ്യൂ ഈസ് അമേസിങ്. സോ നമ്മൾ ആദ്യം മണ്ഡപം പോയി. അപ്പോൾ ഇതിൻ്റെ അതോടെ തന്നെ ഒരു ക്രോസിങ് നമ്മളെടുത്തു. ആ ക്രോസിങ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ആ ക്രോസിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മണ്ഡപത്തിൽ ഇറങ്ങി. അവിടെ നിന്ന് ബസ് പിടിച്ച് ഇവിടെ പാമ്പൻ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചാടി ഇറങ്ങിയതാണ്. സോ ചാടി ഇറങ്ങി ഞങ്ങൾ പാമ്പൻ കറക്റ്റ് ഈ ബ്രിഡ്ജിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഭാഗത്ത് വന്ന് ഇവിടെ നിന്ന് ഇവിടെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഗായ്സ്, അതിൻ്റെ അടിയിൽ കൂടെ ഒരു ബോട്ട് പോകുന്നുണ്ടോ, നൈസ് വ്യൂ ഫ്രം ഹിയർ. ഇപ്പോൾ വലിയ ബോട്ട് വരുവാണെങ്കിലാണ് ഇവർ ഈ പാലം ഉയർത്തുന്നത് കേട്ടോ. ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ അതായത് പാലം ഓപ്പൺ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പഴയ പാലമാണ്. പഴയ പാലം 2022 ഇതിനകത്തോടുള്ള ഓപ്പറേഷൻസ് നിർത്തലാക്കിയത്, സേഫ്റ്റി കൺസേൺ ബേസ് ചെയ്ത്. ഇപ്പോൾ നമ്മൾ അതുവഴി പോകുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പാലത്തിൻ്റെ അടി ഫുള്ള് റസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതായിട്ട് കാണാൻ പറ്റും. സോ ആ സേഫ്റ്റി കൺസേൺ ബേസ് ചെയ്തിട്ട് അവർ ഓപ്പറേഷൻസ് ക്ലോസ് ചെയ്തിരുന്നു 2022. അതേപോലെ തന്നെ 2019 ഇവർ ഈ പുതിയ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. തീർത്തത് 2024 ഓൾമോസ്റ്റ്. ഏകദേശം 5 കൊല്ലം ഈ ഒരു പാലം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഇവരെടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിത് ചെയ്യണ്ട, ആ അറ്റം കണ്ടോ, ആ അറ്റത്തു നിന്നാണ് നമ്മുടെ രാമേശ്വരത്തിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം വരുന്നത്. അതായത് അതാണ് രാമേശ്വരം, ആ ഒരു ഐലൻഡ് എന്ന് പറയുന്നത്. സോ ഈ രാമേശ്വരത്തിനും കാണുന്നുണ്ടോ, മണ്ഡപം എന്ന് പറയുന്ന സ്ഥലമാണ്, ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് കേട്ടോ ആക്ച്വലി ഈ ഒരു പാമ്പൻ പാലം. സോ നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോഴും വലിയൊരു പാലം പോലെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതുണ്ടോ, രാമേശ്വരത്ത് നിന്ന് വരുന്ന വണ്ടി ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും എൻ്റർ ചെയ്യുന്നത്. സോ ഇപ്പോൾ എന്തായാലും ഒരു 2:50 അവന് വണ്ടി വരുമ്പം 2 മണിക്കൂർ കഴിയണം വണ്ടി വരും. അത് ഞാൻ മാക്സിമം എടുക്കാൻ ശ്രമിക്കും. ഓക്കെ, പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2.2 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പുതിയ ബ്രിഡ്ജ് സംവിധാനം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലിഫ്റ്റാണ്. മറ്റേതെന്ന് പറയുന്ന ഒരു കാൻഡിലിവർ ബീം വെച്ചിട്ട് 2 സൈഡിലോട്ടും ഓപ്പൺ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു പഴയ പാലം എന്ന് പറയുന്നത്. അവരത് മാറ്റി ഫുള്ളി വെർട്ടിക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് ബ്രിഡ്ജാണ്. വെർട്ടിക്കൽ ലിഫ്റ്റാണ് പുതിയ ഒരു ടെക്നോളജിയുടെ പേര്. സോ അതാണ് ഇവരിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല സൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആക്ച്വലി ഇതുവഴി പോകുമ്പോൾ. ചെറിയ പാലം, പഴയ പാലം, പുതിയ പാലം തമ്മിൽ നല്ല സൈസ് ഡിഫറൻസ് ഉണ്ട്. സോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്
ഉള്ളൊരു സ്ഥലം കൂടിയാണിത് കേട്ടോ. നല്ല വെയിലും ഉള്ളൊരു സ്ഥലം കൂടിയാണ്. പാലത്തിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് കേട്ടോ. അതൊരു ഹാർബർ പോലെ ഒത്തിരി ഫിഷിംഗ് ബോട്ട്സുകൾ ഇവിടെ അങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വണ്ടിയൊക്കെ വരുന്നുണ്ട്. സോ ഇതുണ്ടോ, ഒത്തിരി എന്തുവാ ഫിഷിംഗ് ബോട്ട്സ് ഇവിടെ കൊണ്ട് പാർക്ക്. നല്ല രസമുണ്ട്, ഫോട്ടോഗ്രാഫി ഒക്കെ കാണാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഒരു ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ രാമേശ്വരം. എക്സെപ്റ്റ് ദിസ് വെയിൽ നമുക്ക് സഹിക്കാൻ കൂടെ വയ്യ, അമ്മാരി വെയിലാണ്. കുറച്ച് നേരം നിന്നാൽ ടാൻ അടിച്ച് ഒരു പരുവാവും. സോ ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ ഐ എം നോട്ട് ഓക്കെ. ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ മണ്ഡപത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ബസ് കിട്ടും കേട്ടോ. കുറച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ബസ് കിട്ടും. സോ അറൗണ്ട് 10 രൂപ 15 രൂപ ഉള്ളൂ ഇവിടെ വരെ വരാനായിട്ട്. ചീപ്പ്. നിങ്ങൾക്ക് ഇവിടെ പാലത്തിൽ വന്ന് ഇറങ്ങാം. എന്നിട്ട് ഇങ്ങനെ ഈ വ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാമേശ്വരം പോയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ധനുഷ്കോടി അങ്ങനെ പോകാനൊക്കെ പറ്റും. ഓക്കെ ഗായ്സ്, ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ ഫുള്ള് ഇലക്ട്രിഫൈ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഫുള്ള് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോൾസ് കാണാൻ പറ്റും. ഈ പാലം ഫുള്ളി ഇലക്ട്രിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ അത് ഓപ്പറേഷൻ അല്ല, ബട്ട് ഒരു ഫ്യൂച്ചറിൽ ഫുള്ള് ഇലക്ട്രിക് ലോക്കോസ് ഇതുവഴി ഓടുമെന്ന് നമുക്ക് വിചാരിക്കാം. ബിക്കോസ് ഓൾറെഡി പോൾസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതെങ്ങനെ ഇവർ ഈ ലിഫ്റ്റ്, അതായത് ഈ വെർട്ടിക്കൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ പാലത്തിൽ എങ്ങനെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഡിസ്കണക്ട് ചെയ്യുന്നതെന്നും എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. നമ്മളിപ്പോൾ പാലത്തെ വ്യൂസ് എല്ലാം എടുത്തിട്ടേ ബസ് കയറാൻ പോവാം രാമേശ്വരം സ്റ്റേഷനിലോട്ട് പോകാനായിട്ട്, രാമേശ്വരം പോകാനായിട്ട്. സോ ഇവിടെയാണ് ഒടുക്കത്തെ ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ പൊള്ളി നമ്മളൊരു പരിവാകുന്ന ചൂടാണ് കേട്ടോ. സോ ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് സൺസ്ക്രീം, സ്കിൻ പ്രൊട്ടക്ഷനുള്ള എല്ലാ ഐറ്റംസ് എടുത്തിട്ട് വരിക. അതായിരിക്കും നല്ലത്. ഭയങ്കര വെയിലാണ്, രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ പാലത്തിൽ കൂടെ കുറച്ചുകൂടെ നടന്നാലേ നമുക്ക് ബസ് സ്റ്റോപ്പിന് അവിടെ എത്തുള്ളൂ. പാലത്തിൽ വണ്ടി നിർത്തൂല. സോ വി ആർ ഗോയിങ് ടു ബസ് സ്റ്റോപ്പ്. ഗൈസ്, ഇത് കണ്ടോ, ഇവിടം വരെ ഉള്ളു കേട്ടോ റെയിൽവേ. ഇത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് റെയിൽവേ ഇല്ല. ദിസ് ഈസ് ദ ഡെഡ് എൻഡ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് വേണം പറയാം. കന്യാകുമാരി പോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഒരു ഡെഡ് എൻഡാണ് രാമേശ്വരം. ഓക്കെ, ഇവിടുന്ന് കെട്ടിടങ്ങളുള്ള കുറേ പേരുണ്ട്. ഇത് കണ്ടോ, ഇതാണ് റിട്ടയറിംഗ് റൂം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നല്ല AC-യിൽ ഇരിക്കാൻ പറ്റും. അതായത് 20 രൂപയാണ് പെർ അവർ ഇവിടെ ചാർജ് ചെയ്യുന്നത്. പക്ഷെ നല്ലൊരു കംഫോർട്ട് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. റിട്ടയറിംഗ് റൂമിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ. കുറേ ട്രെയിൻസ് ഇവിടെ പോകാനും വരാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതുണ്ടോ, നല്ല വെയിലാണ് കേട്ടോ പുറത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റിട്ടയറിംഗ് റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെ റൂം എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതുണ്ട്, കുറേ പേര് ഇത് സ്റ്റേഷനിൽ തുണിയെല്ലാം അലക്കി ഉണങ്ങായിട്ടിരിക്കുന്നു. നല്ല വെയിലാണല്ലോ. പിന്നെ നമ്മുടെ ഇവിടെ ആ കാണുന്നതാണ് നമ്മൾ പുതിയ ഇനാഗ്രേറ്റ് ചെയ്ത താമ്പരത്ത് പോകുന്ന രാമേശ്വരം താമ്പര എക്സ്പ്രസ്. അതൊരു 4:10 ആകുമ്പോൾ ഇവിടെ നിന്ന് എടുക്കും. സോ പിന്നെ അവിടെ കുറേ MT റൈറ്റ്സ് കിടപ്പുണ്ട്. അങ്ങറ്റത്തൊരു ബനാറസ് വണ്ടി കിടപ്പുണ്ട്. സോ അതെല്ലാം കാണിക്കാം. ഈ കെട്ടിടത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ നേരത്തെ വ്യൂ എടുത്ത് റിട്ടയറിംഗ് റൂമും എല്ലാം ഉള്ളത് കേട്ടോ. AC വെയിറ്റിംഗ് ഹാളും എല്ലാം. ഗായ്സ്, നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 4-ലാണ് കേട്ടോ നിൽക്കുന്നത്. അതായത് ഇവിടെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ 4 പ്ലാറ്റ്ഫോമാണ് ടോട്ടൽ ഉള്ളത്. സോ നമ്മൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. 4ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ പിറ്റ് ലൈനൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സ്കൈ ആണ്. ഇതുണ്ടോ, അവിടെ കിടക്കുന്നത് ബനാറസ് രാമേശ്വരത്തിൻ്റെ റേക്കാണ് കേട്ടോ. അതിനപ്പുറത്ത് മറ്റേ സേതു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ ഒരു റേക്ക് കിടപ്പുണ്ട്. ഇത് ഏതോ ഒരു വണ്ടിയുടെ റേക്ക് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു റേക്ക് കിടപ്പുണ്ട്. കുറേ വണ്ടികളുടെ റേക്ക് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഈ ജനറേറ്റർ വാൻ്റെ സൗണ്ടാണ് ഇപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മൾ താമ്പരത്ത് പോകുന്ന ഇപ്പോൾ എടുക്കും, ഇവിടുന്ന് ഒരു 4 മണിയാകുമ്പോൾ എടുക്കും. സോ അതിൻ്റെ ജനറേറ്റർക്കാരൻ്റെ സൗണ്ടാണ് നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. ഇതാണ് വണ്ടി കിടക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രൈ കളറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ താമ്പരത്ത് പോകുന്ന വണ്ടി കേട്ടോ, രാമേശ്വരം താമ്പര എക്സ്പ്രസ്. ഈ ജനറേറ്റർക്കാരന് ഭയങ്കര സൗണ്ടാണ്. പിന്നെ ഈ രാമേശ്വരം ഇപ്പോൾ ഓപ്പൺ ചെയ്തെങ്കിലും ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. റൂഫാണെങ്കിലും എല്ലാം പണി നടക്കുന്നേ ഉള്ളൂ. സോ മീൻസ് ബിൽഡിങ്ങിൻ്റെ പണി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വലിയ ഇതൊന്നുമില്ല, അപ്ഡേറ്റഡ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫ്ലോറ് വാർത്തിട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ടൈം എടുക്കും ഫുള്ളി കംപ്ലീറ്റ് ആവാനായിട്ട്. പിന്നെ റൂഫിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ പാമ്പൻ ബ്രിഡ്ജ്. ഒത്തിരി പണികൾ ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ. സോ അതിനെ കാണാനുണ്ട്. നമുക്കിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ ഒരു കട കിട്ടാനാണെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ.
മീൻസ് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, രാമേശ്വരം റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതൊരു NST3 ടൈപ്പ് സ്റ്റേഷനാണ്. അതേപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് മധുരൈ ഡിവിഷൻ, അതായത് മധുരൈ ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ രാമേശ്വരം എന്ന് പറയുന്നത് കേട്ടോ. സോ ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 14 to 15 ട്രെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 14 to 15 ട്രെയിൻസാണ് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട്. ഇതിനകത്ത് മെയിൻ ട്രെയിനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫിറോസ്പൂർ കാൻഡ് വരെ പോകുന്നൊരു ഹംസഫർ എക്സ്പ്രസ് ഉണ്ട്. അതേപോലെ തന്നെ രാമേശ്വരം ഓക്ക എന്ന് പറഞ്ഞൊരു എക്സ്പ്രസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം ബനാറസിൽ പോകുന്നൊരു വണ്ടിയുണ്ട്. ഇതേ ഇപ്പോൾ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ താമ്പരം എന്ന് പറയുന്നത് ചെന്നൈയാണ്. സോ താമ്പരം രാമേശ്വരം എന്ന് പറയുന്ന വണ്ടി, ഇതൊക്കെയാണ് ഇവിടുത്തെ ഫേമസ് വണ്ടി കേട്ടോ. പിന്നെ കുറേ പാസഞ്ചർ സർവീസും ഉണ്ട്. ഈ മധുരയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് പാസഞ്ചർ സർവീസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇവിടെ വരണമെങ്കിൽ. അതേപോലെ തന്നെ ചെന്നൈ എഗ്മോറിലോട്ട് പോകാനാണെങ്കിൽ തന്നെ ഉണ്ട്. തിരുച്ചിറപ്പള്ളി ഉണ്ട്, തിരുപ്പതി ഉണ്ട്, കന്യാകുമാരി ഉണ്ട്. അങ്ങനെ പല പല സ്ഥലത്തോട്ട് ട്രെയിനുകൾ നമുക്ക് അവൈലബിൾ ആണ് ഈ രാമേശ്വരത്ത് നിന്ന്. സോ ഈ പാലം ഇനാഗ്രേറ്റ് ചെയ്തത് 6-ാം തീയതിയാണ് ആക്ച്വലി. സോ 7-ാം തീയതി തൊട്ട് എല്ലാ ട്രെയിൻസും ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ട്രെയിനും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും മീൻസ് അക്കോർഡിംഗ് ടു യുവർ പ്ലേസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ ലഗേജ് എന്തെങ്കിലും ഇവിടെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ക്ലോക്ക് റൂമും നിയർ ബൈ റിട്ടയറിംഗ് റൂമിന് തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ ക്ലോക്ക് റൂമും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആ ഫെസിലിറ്റിയും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ 4:10 നമ്മുടെ താമ്പരത്തോട്ട് പോകുന്ന രാമേശ്വരം താമ്പരം എക്സ്പ്രസ് ഇവിടെ നിന്ന് എടുക്കും. സോ അതിൻ്റെ ഡിപ്പാർച്ചറും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ രാമേശ്വരത്തിൻ്റെ വ്യൂസ് മീൻസ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും കേട്ടോ. ന്യൂലി ഇനാഗ്രേറ്റ് ചെയ്ത താമ്പരം രാമേശ്വരം, പക്ഷേ ഇവിടുന്ന് രാമേശ്വരം ടു താമ്പരം ആ വണ്ടിയുടെ റേക്കാണ് ഇവിടെ കിടക്കുന്നത്. ഗായ്സ്, ഇതാണ് നമ്മുടെ രാമേശ്വരത്ത് നിന്ന് താമ്പരം പോകുന്ന വണ്ടി കേട്ടോ. ഇതിൻ്റെ ബോർഡ് ഇതിന് പുള്ള് ചെയ്യുന്നത് ഒരു GOC ഷെഡിലെ WDP4 കേട്ടോ. ഓൾറെഡി നമുക്ക് സിഗ്നൽ ആയിട്ടുണ്ട്, ഗ്രീൻ സിഗ്നൽ. സോ ഓൺ ടൈമിനാണ് വണ്ടി എടുക്കും. 4 മണിക്കാണ് ഇവിടെ. ഗായ്സ്, ഈ വണ്ടിയുടെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 17 കോച്ചസാണ് ഇതിനകത്തുള്ളത്, ഇൻക്ലൂഡിങ് ജനറേറ്റർ കാർ. സോ അതിനകത്ത് നമുക്ക് 1 സെക്കൻഡ് AC-യും അതേപോലെ തന്നെ 5 തേർഡ് AC-യും അതേപോലെ ബാക്കി 6 സ്ലീപ്പറും 4 ജനറൽ കോച്ചുമാണ് ഇതിൻ്റെ കോമ്പോസിഷൻ ആണെന്ന്. പിന്നെ ഒരു ജനറേറ്റർ കാർ അവസാനം ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 17 കോച്ചസാണ് ഈ ഒരു വണ്ടിക്കകത്തുള്ളത് കേട്ടോ.